ചെയ്തിടും നാഥൻ. തിന്മയായൊന്നും തീരുകില്ല, നന്മയ്ക്കായെല്ലാം ചെയ്തിടും നാഥൻ. തിന്മയായൊന്നും തീരുകില്ല. തന്നേരമെല്ലാം പ്രതികൂലമായി തോന്നിടിലും അതു മാറിടുമേ. തന്നേരമെല്ലാം പ്രതികൂലമായി തോന്നിടിലും അതു മാറിടുമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് നിങ്ങളുടെ മുൻപാകെ ഈ 2025 ജനുവരി മാസം 1-ാം തീയതി ദൈവസഭയുടെ മുൻപാകെ ഒക്കെ ഈ സാക്ഷിയായി നിൽക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വീണ്ടും ഒരു അവസരം കൂടെ എനിക്ക് വേർതിരിച്ച് തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെയും കുടുംബമായി ദൈവം കാത്തുപരിപാലിച്ചു. ആ ദൈവത്തിന് ആദ്യമായി തന്നെ നന്ദി പറയട്ടെ. എന്നാൽ പ്രിയമക്കളെ, ഞാൻ ഈ ആലയത്തിൽ വന്നിട്ട് 15 വർഷമായി. 2010 ഞാൻ ഈ ആലയത്തിലേക്ക് വന്നത്. എന്നാൽ വളരെ പ്രതികൂലങ്ങളുടെ മധ്യേ ആയിരുന്നു ഞാൻ ഈ സഭയിലേക്ക് ആദ്യമായി കടന്നു വന്നത്. എൻ്റെ ഭർത്താവ് ഒരു മെന്റൽ പേഷ്യൻ്റ് ആയിരുന്നു. 2000 മുതൽ 2010 വരെയും വളരെയധികം പ്രതികൂലങ്ങളുടെ മധ്യേ ജീവിച്ച ഒരു കുടുംബവും വ്യക്തിയുമായിരുന്നു ഞാൻ. അതായത് പല സ്ഥലങ്ങളിലും അവരുടെ സൗഖ്യത്തിന് വേണ്ടി കൊണ്ടുപോയി 7, 8, 9 ചർച്ചുകളിലൊക്കെ ആലയത്തിലേക്ക് കടന്നു. കാരണം ഞാനൊരു CSI ചർച്ചിലെ ഒരു കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ടായിരുന്നു. എങ്കിലും കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൊക്കെ അവിടെ പോകുമായിരുന്നു. 10-17 വർഷം കൃപാശ്രമത്തിലെ ആ കൂട്ടായ്മയിലെ ഒരു പങ്കാളിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് പ്രതികൂലം ഇങ്ങനെ വന്നപ്പോഴേക്ക് ഞങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ഒരു 9 സഭയോളം കടന്നുപോയി. ഒരു വിടുതലും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ മന്ത്രവാദികളുടെ അടുക്കിലേക്ക് ബന്ധുക്കളൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു. അതിൽ നിന്നൊന്നും ഒരു വിടുതലും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടി വീട്ടിൽ കിടന്നുറങ്ങുവാനൊന്നും സാധിക്കാതെ ഞങ്ങൾ വീട് വിട്ട് 7-8 മാസം എൻ്റെ വീട്ടിലും എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ വീട്ടിലും ഒക്കെയും താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. രാത്രി വീട്ടിൽ 2 കൊച്ചു മക്കളായിരുന്നു. ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 6 വയസ്സ്. എന്നാൽ വളരെയധികം വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ പ്രതിബന്ധനം വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് വീണ്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. പ്രിയമക്കളെ, എന്നാൽ രാത്രി ഉറക്കമില്ലാതെ വീടെല്ലാം അടിച്ചു പൊട്ടിച്ച് ഞാൻ അടുത്തൊരു തെക്കുന്നുണ്ട്, അതിന് ചുറ്റുമൊക്കെ അവിടെ ഒളിക്കും. പുല്ലിൻ്റെ ഇടയിലൊക്കെ ഓടിയൊക്കെ രാത്രി അടിച്ച് വലിച്ച് ഇഴയ്ക്കുന്ന ഒരംഗം അല്പം പോലും എനിക്ക് സ്വസ്ഥതയില്ല, സുബോധമില്ലാതെയാണ് ചെയ്യുന്നത്. എന്നാൽ നല്ല സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടെ, ഐക്യതയോടുകൂടെ കടന്നു വന്ന ജീവിച്ചിരുന്ന ഒരു കുടുംബം. സാമ്പത്തികമായിട്ടൊക്കെ ദൈവം ഞങ്ങൾക്ക് നന്മകളൊക്കെ ധാരാളമായി തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ഞാൻ ഒരു പ്രതിബന്ധന ജീവിതത്തിലേക്ക്